പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൊഡ്യൂൾ 1 സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓൾറെഡി നൗൺസ് ആൻഡ് പ്രൊനൗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജക്റ്റീവും ഡിറ്റർമിനൻസും ആണ് കേട്ടോ. നിങ്ങൾ മാക്സിമം പാർട്ട് 1 വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ ലിങ്ക്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1 ബാക്കിയാണ് പാർട്ട് 2. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ആ ഒരു പ്ലേലിസ്റ്റിൽ അല്ലാതെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട്, എന്നാലും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ മറക്കാതെ ആ ഒരു പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജക്റ്റീവും ഡിറ്റർമിനൻസും ആണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഫോം ക്ലാസ്സിലാണ് വരിക. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു, വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2 അല്ലേ. അതിൽ ഫോം ക്ലാസ് വരുന്നതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഫോം ക്ലാസ്സിൽ വരുന്നതാണ് അഡ്ജക്റ്റീവ്. ഇത് കൂടുതലും കണ്ടന്റിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അഡ്ജക്റ്റീവ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടന്റിനാണ്. നൗണിന്റെ മീനിങ്ങിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആഡ് ചെയ്യുന്നതിനാണ് ഈ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഈ ഒരു നൗണിന്റെ മീനിങ്ങിന് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് ഈ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ഒപ്പം ടെക്സ്റ്റ് നിവർത്തി വെക്കുക കേട്ടോ. ഒന്നെങ്കിൽ അതിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡെഫിനേഷൻ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതി വെക്കുക. ഓരോ ഹെഡിങ്ങും നിങ്ങളുടേതായ രീതിയിൽ ഡെഫിനേഷൻ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. സ്പെഷ്യലി ഒരു എക്സാമിന് പോണ സമയത്തിൽ നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ, ആ ഒരു ടൈമിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടും. ഇവിടെ അഡ്ജക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു ഫോം ക്ലാസ് ആണ്. അതിൽ മെയിനായിട്ട് കണ്ടന്റിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു നൗണിന്റെ മീനിങ്ങിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആഡ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് ഈ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഫോം ക്ലാസ് ഓർ കണ്ടന്റ് വേർഡ് ദാറ്റ് ക്വാളിഫൈഡ് ഓർ ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് ദ നൗൺ. അപ്പൊ ഇതാണ് അഡ്ജക്റ്റീവിന്റെ ഡെഫിനേഷൻ വരുന്നത്. അതായത് മലയാളത്തിലെ നാമവിശേഷണം എന്ന് പറയും, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഇനി there are 6 മെയിൻ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അഡ്ജക്റ്റീവ് മെയിൻ കൈൻഡ്സ് എന്ന് എടുത്ത് പറയുമ്പോൾ 6 മെയിൻ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഒന്നാമത്തെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ക്വാളിറ്റിയിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നും വിളിക്കും. നെക്സ്റ്റ് സെക്കൻഡ് വൺ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. ഈ ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അതായത് നമ്പർ അല്ലെ, നമ്പറിനെയാണ് മെയിൻ ആയിട്ട് ഇത് മീൻ ചെയ്യുന്നത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആർ ഡിവൈഡഡ് ഇൻടു 2. ഒന്ന് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. നെക്സ്റ്റ് വൺ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. നമ്മൾ ആദ്യം ക്വാളിറ്റി പറഞ്ഞു, ഇത് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഇത് മെയിൻ ആയിട്ടും ക്വാണ്ടിറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നാലാമത്തെ വരുന്നത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. അഞ്ചാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ആറാമത്തെ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇങ്ങനെ 6 മെയിൻ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ നല്ലൊരു കാര്യത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിനാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയും. അപ്പൊ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി പറഞ്ഞാൽ ഒരാളുടെ നല്ലൊരു കാര്യം നമ്മൾ എടുത്തു പറയാം, അതിനെ സൂചിപ്പിക്കുക. അപ്പൊ അതാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് കേട്ടോ. മാറിപ്പോലല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞ നൗണ് അല്ലെ. ടീച്ചറുടെ ഗുഡ് ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി തന്നെ വിശേഷിപ്പിക്കുന്നതാണ് ഗുഡ് എന്ന് പറഞ്ഞ വേർഡ് അല്ലെ. അപ്പൊ അതൊരു ക്വാളിറ്റിയാണ്. അപ്പൊ അതാണ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. സോ ഇവിടെ നമ്മുടെ ഗുഡ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ദ സ്കൈ ഈസ് ക്ലൗഡി. ഇവിടെ ക്ലൗഡി എന്നുള്ളതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. ക്ലൗഡി എന്ന് പറഞ്ഞാല് സ്കൈന്റെ ഒരു ക്വാളിറ്റീനെ വിശേഷിപ്പിക്കുകയാണ്. സോ അതും ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവില് വരുന്നതാണ്. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ ഇവിടെ ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. ഗുഡ് എന്ന് പറഞ്ഞൊരു നല്ല കാര്യമാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ടൈപ്പ് നോക്കണം. ഇതിന് ടൈപ്പ് അല്ല, എന്നാൽ ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് എന്ന് പറയും. പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന്റെ, ഒരു ക്രിയയുടെ പ്രസന്റ് പാർട്ടിസിപ്പിളും അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് ഈ ഒരു പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. ദ ബേബി ഹാസ് എ സ്മൈലിംഗ് ഫേസ്. ആ കുഞ്ഞു വാവയ്ക്ക് ചിരിക്കുന്ന ഒരു മുഖമാണ് ഉള്ളത്. സ്മൈലിംഗ് ഫേസ്. ഇവിടെ സ്മൈലിംഗ് എന്ന വാക്ക് ഒരു പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് ആണ്. സ്മൈൽ എന്ന വെർബിന്റെ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് സ്മൈലിംഗ് എന്ന വേർഡ്. ഇവിടെ സ്മൈലിംഗ് എന്നുള്ള വേർബ് ഒരു പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ പറയാണ് വേറെ എക്സാമ്പിൾ. ദ ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഷുഡ് ബി റിമൂവ്ഡ്. ആ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് റിമൂവ് ചെയ്യണം, ഒരു ഗ്ലാസിന്റെ പീസസ് റിമൂവ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ ബ്രോക്കൺ എന്ന് പറഞ്ഞാല് ബ്രേക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അല്ലെ. ബ്രോക്കൺ എന്ന് പറഞ്ഞാല് ബ്രേക്ക് എന്ന് പറഞ്ഞ വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർഡാണ്. ബ്രോക്കൺ ഗ്ലാസ് പീസസില് ബ്രോക്കൺ എന്ന അഡ്ജക്റ്റീവ് ഒരു പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തു വെക്കുക, ഒരു വെർബിന്റെ പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. ലൈക്ക് സ്മൈലിംഗ് ഫേസ്, ബ്രോക്കൺ ഗ്ലാസസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. സ്മൈലിംഗ് ഫേസും ബ്രോക്കൺ ഗ്ലാസസും. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി പറഞ്ഞാല് അളവ് അല്ലെ, ഒരു സബ്ജക്റ്റിന്റെ അളവിനെ കാണിക്കുന്നതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് അളവ്. ദ ബേബി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. ആ ഒരു കുട്ടി കുറച്ച് പാലേ കുടിച്ചുള്ളൂ. കുറച്ച്, ലിറ്റിൽ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, അതിന്റെ അളവ്, ആ ഒരു മിൽക്കിന്റെ അളവ് കാണിക്കുന്ന വേർഡാണ് എ ലിറ്റിൽ. ഹൗ മച്ച്, ആ ഒരു ക്വാളിറ്റീനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി അല്ല ഏട്ടാ, മാറി പോയത് ക്വാണ്ടിറ്റി. ദ ബേബി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. ഇവിടെ ഒരു ലിറ്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റീനെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ കാർ ഹാസ് നോ ബ്രേക്ക്. ആ ഒരു കാറിന് ബ്രേക്ക് ഇല്ല. അപ്പൊ എത്ര ചവിട്ടിയിട്ടും ആ ഒരു കാറിന് ബ്രേക്ക് ഇല്ല. അപ്പൊ ഒരു എമൗണ്ട്, ഒരു ബ്രേക്ക് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ട നോ ബ്രേക്ക്. ഇവിടെ നോ എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്ക്, ആ ഒരു കാറിലുള്ള ബ്രേക്കിന്റെ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരെ അറിയോ? ഒരു സെന്റൻസ് വരും. ദ ബേബി ഡ്രാങ്ക് എ ലിറ്റിൽ മിൽക്ക്. ഇവിടെ ആ ഒരു ലിറ്റിൽ എന്നുള്ള വേർഡ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വാണ്ടിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് അഡ്ജക്റ്റീവ് ഓഫ് ദ ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻസും വരിക കേട്ടോ. നെക്സ്റ്റ് വൺ അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു നമ്പേഴ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു നമ്പർ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് അല്ലേ. ഒന്ന് ഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവും ഒന്ന് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവും. രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവും ഒന്ന് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവും. ഈ ഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാക്റ്റ് ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കും. അതിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയിട്ട് ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു റഫ് ആയിട്ട് കാണിക്കണമെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് ആയിരിക്കും കേട്ടോ. അധികം ഒരു റഫ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ്. ഞാൻ എക്സാമ്പിളും പറയാം കേട്ടോ. ഓക്കെ, ഒരു അഡ്ജക്റ്റീവ് ഓഫ് ന്യൂമറിക്കൽ നമ്പർ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്ജക്റ്റീവ് ഓഫ് ന്യൂമറിക്കൽ നമ്പർ ശരിക്കും അത് എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ എത്ര വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ അത് ഏതൊരു ഓർഡറിലാണ് ഉള്ളത്, അവർ എത്ര പേരുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്ജക്റ്റീവ് ഓഫ് ന്യൂമറിക്കൽ നമ്പേഴ്സ് ഇതിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സാക്ട് ആയിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കും. ഈ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിലധികം ഉണ്ടായിരിക്കില്ല, റഫ് കോപ്പി ആയിരിക്കും, റഫ് രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ല. എങ്കിൽ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ ഡെഫിനിറ്റ് ന്യൂമറിക്കൽ നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിലിങ്ങനെ പറയും, നമ്പേഴ്സ് പറയും. അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ ഒരു നമ്പർ അതിൽ പറയും. അതാണ് ഡെഫിനിറ്റ് ആയിട്ട് ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു നമ്പർ പറയുന്ന സെന്റൻസുകളാണ് ഡെഫിനിറ്റ് ന്യൂമറിക്കൽ നമ്പർ. ഡെഫിനിറ്റ് ന്യൂമറിക്കൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലും സെന്റൻസിലെ 1, 2, 3 അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നേരെ മറിച്ച് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് മെനി പീപ്പിൾ, ഫ്യൂ പീപ്പിൾ, ഓൾ പീപ്പിൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു പീപ്പിളിന്റെ എണ്ണം, ആ ഒരു കറക്റ്റ് എത്ര പീപ്പിൾ ഉണ്ട്, 30 പീപ്പിൾ ആണോ 20 പീപ്പിൾ ആണോ ആ ഒന്നും പറയുന്നില്ല. അതാണ് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ്. ഞാൻ എക്സാമ്പിൾ പറയാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലവ് പെറ്റ്സ്. കുറെ പേർക്കൊക്കെ പെറ്റ്സിന് ഇഷ്ടമാണ്. അതിൽ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നില്ല, ഒരു നമ്പർ പറയണില്ല. അപ്പൊ അതാണ് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇനി ഒരു എക്സാമ്പിളും കൂടി പറയാം. ദേ വാണ്ട് സം മോർ ഫുഡ്. അവർക്ക് കുറച്ചധികം ഭക്ഷണം വേണം, കുറച്ചും കൂടി ഭക്ഷണം വേണം. അതിൽ എത്ര പേർക്ക് ഇനി ഭക്ഷണം വേണമെന്ന് പറയണില്ല, കറക്റ്റ് ഒരു നമ്പർ പറയണില്ല. അപ്പം അതാണ് ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഡെഫിനിറ്റ് ന്യൂമറിക്കൽ അഡ്ജക്റ്റീവിലെ നമ്പേഴ്സ് പറയും, 1, 2 അല്ലെങ്കിൽ 20 ഏതെങ്കിലും ഒരു നമ്പർ കാണിക്കും. ഇൻഡെഫിനിറ്റ് ന്യൂമറിക്കൽ എന്ന് പറയുകയാണെങ്കിൽ നമ്പർ കാണിക്കില്ല. ഫ്യൂ, ഓൾ, മെനി അങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ ന്യൂമറിക്കൽ അഡ്ജക്റ്റീവ് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഓരോ അഡ്ജക്റ്റീവ്സും കറക്റ്റായിട്ട് ഓരോ ഹെഡിങ് എഴുതിയിട്ട് ഷോർട്ടാക്കി ഡെഫിനേഷൻ ആക്കി എഴുതുക കേട്ടോ. ഒപ്പം എക്സാമ്പിളും കൂടി എഴുതി വെക്കുക, എന്നാലേ നിങ്ങൾക്ക് പഠിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് പോട്ടെ, എക്സാമിൻ്റെ സമയമാകുമ്പോൾ ആകെ വണ്ടർ അടിച്ചിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഡെമോൺസ്ട്രേഷൻ, അതെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് യൂസ് ചെയ്യണത്. അതായത് നമ്മൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു പേഴ്സണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ദിസ് ജോബ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ഇവിടെ ചൂണ്ടി കാണിക്കുന്നുണ്ട് ദിസ് എന്നുള്ള വേർഡ് എന്താണ്? അത് പോയിന്റ് ഔട്ട് ചെയ്യാണ് എന്തിനെ? ജോബിനെ, അല്ലെ? ദിസ് ജോബ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ജോബ്. അതായത് മുന്നത്തെ ആ ഒരു ജോബിനെക്കാട്ടി നല്ലത് ഈ ഒരു ജോബാണ്. അപ്പോൾ ഒരു ദിസ് എന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കുക, ജോബിനെ ചൂണ്ടിക്കാണിക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതിനെയാണ് ഈ ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ദിസ് ആണ് കേട്ടോ. ദിസ് ജോബ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. ഈ ഒരു ജോബ്, ദിസ് എന്നുള്ള വേർഡാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ദോസ് റോസസ് ആർ ലവ്ലി. ദോസ് റോസസ് ആർ ലവ്ലി. ഇവിടെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഏതാ? ദോസ്, അല്ലെ? ഈ റോസുകൾ. അപ്പൊ ഈ റോസ് വെച്ചിട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദോസ് വെച്ചിട്ടാണ് റോസ് പോയിന്റ് ഔട്ട് ചെയ്യണത്. അപ്പൊ അതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അതായത് രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ വസ്തുക്കളോ അതിൽ നിന്ന് ഒരാളെ റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് രണ്ടാളുകളോ അതിൽ കൂടുതൽ വസ്തുക്കളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവയിൽ നിന്ന് ഒരാളെ റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദേ റിഫേഴ്സ് ടു ഈച്ച് വൺ ഓഫ് 2 or more persons or things taken singly or in separate group. അപ്പൊ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈച്ച്, എവറി, നൈദർ, ഓർ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ടു ഗോ ടു ഓഫീസ് എവറി ഡേ. ഹി ഹാസ് ടു ഗോ ടു ദ ഓഫീസ് എവറി ഡേ. അപ്പോൾ ഒരു എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകണം, എവറി ഡേ. അപ്പോൾ ഒരു എവറി ഡേ എന്നുള്ളത് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ നൈദർ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അതായത് ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണം തെറ്റാണ്. നൈദർ, അപ്പോൾ എവറി ഡേ, നൈദർ, ഈച്ച്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഈച്ച് മാൻ ഹാസ് ടു എൻറ്റർ ത്രൂ ദ ഡോർ. എല്ലാവരും വന്നിട്ടുള്ള ആരായാലും അവരൊക്കെ ഈ ഒരു ഡോറിനുള്ളിൽ കൂടെ കടന്നു പോകണം. ഈച്ച് മാൻ, ഈച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, എവറി സ്റ്റുഡൻസ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. എവറി ഡേ, നൈദർ, ഈച്ച്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതെ, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ് കേട്ടോ. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. നൗൺസിന്റെ കൂടെ ചേർന്നിട്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ യൂസ് ചെയ്യണതാണ് ഈ ഒരു ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിന്റെ കൂടെ ചേർന്ന് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊണൗൺ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ എക്സാമ്പിൾ വെച്ച് അതൊക്കെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഒന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കും. ഇവിടെ ഹൂസ് ബുക്ക് ഈസ് ദിസ്. ഇവിടെ ബുക്ക് എന്ന നൗണിന്റെ കൂടെ ഹൂസ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റി. ആ അഡ്ജക്റ്റീവ് ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സഹായിച്ചില്ലേ? അതുകൊണ്ട് അതൊരു ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. വേറെ എക്സാമ്പിൾ ആണ് വാട്ട്, വിച്ച്, ഹൂസ്. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് അപ്പോൾ അഡ്ജക്റ്റീവ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിറ്റർമിനൻസ് ആണ് കേട്ടോ. ഡിറ്റർമിനൻസ് വളരെയധികം സിമ്പിൾ ആയ ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ്. ഓക്കെ, ഡിറ്റർമിനൻസ് ഫോം ക്ലാസ്സിലാണ് വരുന്നത് കേട്ടോ. ഡിറ്റർമിനൻസ് ഫോം ക്ലാസ്സിലാണ് വരുന്നത്. ഇനി ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണിൽ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെയോ മുന്നേ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ.
അതായത് നൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണ് വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെയോ മുന്നേ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ ഒരു ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നൗണിൻ്റെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെയോ മുന്നേ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കേട്ടോ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ. ഒരു നൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണ് വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെയോ മുന്നേ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ ഒരു ഡിറ്റർമിനൻസ്. ഓക്കെ, ഇത് നൗണിൻ്റെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെയോ മുന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ദാറ്റ് പ്രിസൈഡ്സ് ആൻഡ് മോഡിഫൈ ദ നൗൺ. അതായത് നമ്മൾ പ്രിസൈഡ്സ് പറഞ്ഞ മുന്നേ, നൗണിന്റെ മുന്നേ ആണ് ഇത് വരും. നൗണിന്റെ മുന്നേ വന്നിട്ട് അതൊന്ന് മോഡിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻസ് നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ ക്ലാസ്സിലാണ് അല്ലെ. ഇത് കൂടുതലായിട്ടും സ്ട്രക്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഫംഗ്ഷൻ ക്ലാസ് ആണ്, സ്ട്രക്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ നൗണ് പഠിക്കുമ്പോൾ കുറെ ഡിവിഷൻ പറഞ്ഞിരുന്നു ഇല്ലേ? നൗണ്, കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ഇല്ലേ? നൗണിനെ നമ്മൾ ടൈപ്സ് ഓഫ് നൗൺ ആയിട്ട് പഠിച്ച പോലെ തന്നെ, അതായത് ടൈപ്പ് ഓഫ് നൗൺ ഏതാ? കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത് അല്ലേ? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഡിറ്റർമിനൻസിനെ അതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 6 ഡിവിഷൻസ് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നല്ല കേട്ടോ, അത് കുറച്ചൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ദാറ്റ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? ചെറിയൊരു നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി കോൺസെപ്റ്റ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ആൻഡ് ദാറ്റ്. അപ്പൊ ഈ ഒരു ദിസും ദാറ്റും ഇത് സിംഗുലർ നൗണിന്റെ കൂടെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദിസ് ദാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ നൗണിന്റെ കൂടെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ഒറ്റയ്ക്കുള്ള, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ളതാണ് ഇത് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ കാർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. പ്ലൂറലിലേക്ക് വരുമ്പോൾ കാർസ് എന്ന് വരും. സിംഗുലർ കാറ്, പ്ലൂറൽ ആവുമ്പോൾ കാർസ് ആവും. അതുപോലെ ദിസ് ദാറ്റ് ഒക്കെ കൂടുതലും ഇതിലാണ് യൂസ് ചെയ്യുക കേട്ടോ. ദിസ് ബുക്ക്, ദാറ്റ് കാറ്, ദാറ്റ് ബുക്ക്. അപ്പൊ ഇതൊക്കെയാണ് ദിസ് ദാറ്റിൽ വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ ഈ ഭാഗം? നമ്മുടെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞ എ അല്ലെങ്കിൽ ആൻ, എവറി, ഈച്ച്, ഐദർ, നൈദർ. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ടൈപ്പ് യൂസ് ചെയ്യാനൊരു റൂൾ ഉണ്ട്. അതായത് സിംഗുലർ ആവണം, അതേപോലെ തന്നെ കൗണ്ടബിളും ആയിരിക്കണം കേട്ടോ. എക്സാമ്പിൾ ഞാൻ പറയാം. ഈച്ച് സ്റ്റുഡൻറ് അത് ഈച്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ അത് സിംഗുലർ ആണ്, അതേപോലെ കൗണ്ടബിളും ആണ്. അതേപോലെ എ ചൈൽഡ് എന്ന് പറയുമ്പോൾ ചൈൽഡ് എന്നാണ്, സിംഗുലർ ആണ്, അതേപോലെ തന്നെ കൗണ്ടബിൾ ആണ്. പിന്നെ എക്സാമ്പിൾ ആൻ എലിഫന്റ് പറഞ്ഞാൽ എലിഫന്റ് എന്ന് പറഞ്ഞാൽ സിംഗുലറും ആണ്, കൗണ്ടബിളും ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു സെക്കൻഡിൽ വരുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ആൻ, എവറി, ഈച്ച്, ഐദർ ഓർ നൈദർ. ഇത് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആയിരിക്കണം, അതേപോലെ തന്നെ കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ ഇത് യൂസ് ചെയ്യും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈച്ച് സ്റ്റുഡൻറ് അല്ലെങ്കിൽ എ ചൈൽഡ്, ആൻ എലിഫന്റ്. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. അപ്പൊ സെക്കൻഡ് ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ടൈപ്പ് ആണ് കേട്ടോ. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദീസ്, ദോസ്, മെനി, സെവറൽ, ഫ്യൂ, ബോത്ത്. ഇത് പ്ലൂറൽ കൗണ്ടബിൾ ആയിട്ടാണ് ആഡ് ചെയ്തത്. പ്ലൂറൽ കൗണ്ടബിളിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞത് സിംഗുലർ ആയിരിക്കണം എന്ന് അല്ലേ? ഇതിൽ നമ്മൾ പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. മെനി സ്റ്റുഡൻസ്, അതുപോലെ ദീസ് ബുക്സ്, അതിനൊക്കെ പറയാം. പ്ലൂറൽ ആയിരിക്കണം. നേരത്തെ ബുക്ക് എന്നല്ല പറഞ്ഞത്, ഇതിൽ ബുക്സ് ആണ് വരിക കേട്ടോ. ഇതുവരെ നമ്മൾ 3 ടൈപ്സ് പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ദാറ്റ്. അത് കൂടുതലും സിംഗുലർ നൗണിന്റെ കൂടെയാണ് യൂസ് ചെയ്യുള്ളൂ. ഇനി സെക്കൻഡിലേക്ക് വരുമ്പോൾ അത് എ അല്ലെങ്കിൽ ആൻ, എവറി, ഈച്ച്, ഐദർ, നൈദർ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇത് സിംഗുലർ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൗണ്ടബിളും ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ ആണ് മെനി സ്റ്റുഡൻറ്, ദീസ് ബുക്ക്. അപ്പൊ 3 നിങ്ങൾക്ക് ക്ലിയർ ആയി. അടുത്തത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന നൗൺസ് ആണ്. ഇതെന്ന് പറയുന്നത് ലിറ്റിലും മച്ചും. ഇപ്പൊ എക്സാമ്പിൾ ലിറ്റിൽ ഷുഗർ, മച്ച് വാട്ടർ. ഈ മച്ച്, ഷുഗർ, വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുന്നേ പറഞ്ഞത് ഫസ്റ്റ് വീഡിയോയില് ഇല്ലേ? ഷുഗറും വാട്ടറും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂടെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെ യൂസ് ചെയ്യണതാണ് ഈ ഒരു ലിറ്റിലും മച്ചും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് ടൈപ്പ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിരിക്കണം. അതിപ്പോ കൗണ്ടബിൾ ആയാലും കുഴപ്പമില്ല, അൺകൗണ്ടബിൾ ആയാലും കുഴപ്പമില്ല. ഇന്നഫ്, ഓൾ, എ ലോട്ട് ഓഫ്, ഇതൊക്കെയാണ് വേർഡ്സ് കേട്ടോ. പ്ലൂറൽ ആയിരിക്കണം. അത് ഇപ്പോൾ കൗണ്ടബിൾ ആയാലും കുഴപ്പമില്ല, അൺകൗണ്ടബിൾ ആയാലും കുഴപ്പമില്ല. ഇന്നഫ്, ഓക്കെ, ഇന്നഫും ഓൾ, എ ലോട്ട് ഓഫ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു സെന്റൻസ് പറയാം. ഇന്നഫ് ഫുഡ്, അതുപോലെ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദ, സം, എനി, അതുപോലെ മൈ, ഹിസ്
എനി വൺ ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഇറ്റ് ക്യാൻ ബി യൂസ് വിത്ത് എനി നൗൺ ഫോംസ്. അതായത് ഈ ഒരു 6th ടൈപ്പിന് പ്രത്യേകിച്ച് വലിയ റൂളൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ് വിത്ത് എനി ടൈപ്പ് ഓഫ് നൗൺ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ. നിങ്ങൾ യൂസ്ഫുൾ ആയ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കി ചാപ്റ്റേഴ്സ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ കേസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സും ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ അല്ലേ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.